സനാതനൻ എന്ന് പറഞ്ഞാൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. സനാതനി എന്ന് പറഞ്ഞാൽ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നും അർത്ഥം. അപ്പോ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 6 ശക്തികളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ധർമ്മം, നാശമില്ലാതെ നിലനിൽക്കുന്നത്, മാറ്റമില്ലാതെ തുടരുന്നത്, ദൈവത്തിന് കാരണമായിരിക്കുന്ന, ദിവത്തിന് കാരണമായിരിക്കുന്ന, ദൈവിക ശക്തിക്ക് കാരണമായിരിക്കുന്ന, ദിവ്യമായിരിക്കുന്ന ദ്രവ്യശക്തിയും ജൈവശക്തിയും ചേർന്ന 6 വൈഭവം. ഈ 6 വൈഭവത്തിന്റെ പേരാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പൊരുള്. അതായത് ബ്രഹ്മാവ്, സരസ്വതി, ശിവൻ, പാർവതി, വിഷ്ണു, ലക്ഷ്മി. അതായത് 3 സ്ത്രീഭാവവും 3 പുരുഷഭാവവും. അത് ശിവൻ മണ്ണാണ്, ജലം പാർവതിയാണ്, അഗ്നി ബ്രഹ്മാവാണ്, ആകാശം സരസ്വതിയാണ്, സസ്യലോകം വൃക്ഷലോകം വിഷ്ണുവാണ്, ജന്തുലോകം ലക്ഷ്മിയാണ്. ഈ 6 ശക്തികളാണ് നമുക്ക് ഋതുഭാവത്തെ ഏകുന്നത്, ഷഡ് ഋതുക്കളെ ഏകുന്നത്. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്ന 6 ഋതുക്കളെ ഏകുന്നത്. ഈ 6 ഋതുക്കളെ അനുസരിച്ചാണ് നമ്മളുടെ ഋതുചര്യ ചിട്ടപ്പെടുത്തുന്നത്, ജീവിത രീതി ചിട്ടപ്പെടുത്തുന്നത്. ആ ഋതുചര്യയാണ്, ആ ഋതുക്കളാണ് ഷഡ്ഭാവങ്ങളെ കൽപ്പിക്കുന്നത്. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങളെ നമുക്ക് സമ്മാനിക്കുന്ന, ആ ഷഡ് ഋതുക്കളെ വിരിയിക്കുന്ന ആ ഷഡ് ശക്തികളാണ്, 6 ശക്തികളാണ് ത്രികണ വൈഭവത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. ശിവനും പാർവതിയും ചേരുമ്പോഴാണ് പ്രോട്ടോൺ. മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ സമം മഹാദേവൻ. മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ. അത് തമോ ഗുണമാണ്, തമസ്സിന് കാരണമായിരിക്കുന്ന ഇരുളിനെ മറച്ച് പ്രകാശത്തെ സൃഷ്ടിക്കുന്ന ഗുണമാണ്. അഗ്നി പ്ലസ് ആകാശം സമം ദൈവഗണം സമം ഇലക്ട്രോൺ. അതിന്റെ ഗുണമാണ് രജോ ഗുണം, വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളെയൊക്കെ ജനിപ്പിക്കുന്ന ഗുണം. വായുവായിരിക്കുന്ന ജൈവപ്രപഞ്ചത്തിൽ നിറയുന്ന 2 ജീവപ്രപഞ്ചങ്ങളാണ് സസ്യലോകവും ജന്തുലോകവും, പ്ലാന്റ് ആൻഡ് ആനിമൽസ്. സത്വികനും സത്വികയും ചേർന്നിട്ടാണ് സത്വഗുണം. അതാണ് വായുവിന്റെ ഗുണം. അപ്പൊ ഇങ്ങനെ 3 പുരുഷഭാവവും 3 സ്ത്രീഭാവവും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ഇതാണ് സനാതനൻ അല്ലെങ്കിൽ സനാതനി എന്ന് പറയുന്നത്. ഇതിനെ ദേവസങ്കല്പത്തിൽ ഈ കണങ്ങളെ, ഈ ത്രികണങ്ങളെ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ കണങ്ങളെ ത്രികണ സങ്കല്പത്തിൽ കണ്ട്, ത്രിമൂർത്തികളായി കണ്ട്, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ശക്തികളായി കണ്ട്, ഇവയെ മാലിന്യത്തിൽ നിന്നും മുക്തീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂത സേവയെ ചെയ്തുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, നല്ല ദൃശ്യം, നല്ല ശ്രവണം എന്നിങ്ങനെയുള്ള എല്ലാവിധ ശുദ്ധിയോടെയും വൃത്തിയോടെയും കൂടിയിട്ട് ജീവിതത്തെ ആചരിക്കുന്നവരാണ് സനാതന ധർമ്മികൾ. ഒരു ജീവനെയും ഹനിക്കാൻ പാടില്ല. പാറ്റയും പഴുതാരയും മേത്തു വന്നിരിക്കുന്ന കൊതുകുമെല്ലാം സനാതന ധർമ്മ പ്രകാരം എല്ലാം ഈ ജീവപ്രപഞ്ചം 33 കോടി ചരാചരങ്ങൾ 6 മന്വന്തരത്തിലുണ്ടായിരുന്നു. ആ 33 കോടി ഇനം ജൈവസമ്പത്തിനെയും ദൈവസമ്പത്തായി കണ്ട് അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനത്തെ വേദശാസ്ത്രമായി, ശാസ്താവായി കണ്ട് ആ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരായിട്ട് ജീവിക്കാനാണ് സനാതന ധർമ്മികൾ പറയുന്നത്. അവിടെയാണ് ശ്രീധർമ്മശാസ്ത്രമാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. സനാതന ധർമ്മികൾ ഒരു മതത്തിന്റെയും അണ്ടറിലല്ല പോവേണ്ടത്. ഹിന്ദു മതമാണെന്ന് പറഞ്ഞാൽ സനാതനമല്ല. മതം അഭിപ്രായമാണ്. ഹിന്ദു അഭിപ്രായമാണെങ്കിൽ അത് അറിവല്ല, വേദമല്ല. വേദത്തിൽ വിശ്വസിക്കുന്നവര് അഭിപ്രായം പറയുന്നവരല്ല, അറിവ് പറയുന്നവരാണ്. ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായമല്ല, ഇത് അറിവാണ്. അപ്പൊ അഭിപ്രായത്തിന് പ്രസക്തി നഷ്ടപ്പെടും എവിടെ? അറിവുള്ളപ്പോ. അറിവില്ലെങ്കിലോ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. ഇപ്പൊ നമ്മളും ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞാൽ അത് സനാതന ധർമ്മമല്ല, ഒരഭിപ്രായമല്ലത്, വേദമാണ്. വേദത്തിന്റെ മാതാവാണ് ഭാരതം. അപ്പോ നമ്മള് ഒരു മതത്തിനോ ജാതിക്കോ വർണ്ണത്തിനോ വർഗത്തിനോ അതീതമായിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ദർശനത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ സമസ്ത ആളുകളെയും നമ്മൾ ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് സാവർണിക മനുവിന്റെ മന്വന്തരത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണം ഏകമാകുന്ന മന്വന്തരത്തിലേക്കാണ്. സവർണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അറപ്പോളെ കാണില്ലേ, അതായത് വർണ്ണമില്ലാത്ത ഏകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സാവർണികമായിരിക്കുന്ന മന്വന്തരത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ, ആ ഉയർന്ന തലത്തിൽ, ആ ആധുനികമായിരിക്കുന്ന, ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ സനാതന ധർമ്മികളാകുന്നത്.
സനാതന ധർമ്മിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല, ഹിംസിച്ച് ഭക്ഷിക്കുവാൻ പാടില്ല, ബലി കൊടുക്കുവാൻ പാടില്ല. നമ്മൾ പൂജാപുഷ്പങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിന്റെ പരാഗണത്തിലൂടെ പ്രത്യുൽപാദനം നടക്കുന്ന ഓരോ പൂജാപുഷ്പങ്ങളും നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറ്റില്ല. തുളസി ഇലയെ പറഞ്ഞിട്ടുള്ളൂ, കതിര് പറഞ്ഞിട്ടില്ല. ചെത്തിപ്പൂവ പറഞ്ഞിട്ടുള്ളൂ. ചെത്തിയുടെ വേരിൽ നിന്നാണ് അതിന്റെ പ്രത്യുൽപാദനം നടക്കുന്നത്. മുല്ലപ്പൂവിന്റെയും തണ്ടിൽ നിന്നും വേരിൽ നിന്നാണ് അതിന്റെ പ്രത്യുൽപാദനം നടക്കുന്നത്. താമരയുടെ കിഴങ്ങിൽ നിന്നാട്ടാണ്. അപ്പൊ അങ്ങനെ ആ പരാഗണത്തെ സഹായിച്ചുകൊണ്ട് അതിന്റെ പ്രത്യുൽപാദനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ പുഷ്പങ്ങളും എത്ര ഔഷധ ഗുണമുള്ളതാണെങ്കിലും അത് പൂജാപുഷ്പങ്ങളല്ലാതെ ഇറക്കാൻ പാടില്ല. അപ്പൊ അത്രയും ഭ്രൂണഹത്യാ സാധ്യതകളെ ആചാരവൽക്കരിക്കുകയും ആഹാരവൽക്കരിക്കാതെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ദർശനത്തിൽ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ ഏകമായിരിക്കുന്ന സാവർണികത്തിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പേരാണ് സനാതന ധർമ്മികള്, സനാതനന്മാരെന്ന് പറയുന്നത്.